വേഗത്തിൽ കർത്താവ് എന്നെ ഇന്നലെ രാത്രിയിൽ കേൾപ്പിച്ച ഒരു ചെറിയ കർത്താവിൻ്റെ ദൂത് പറഞ്ഞ ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് ഇരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. അല്ലല്ലോ അതിനാധാരമായിട്ട് നമുക്ക് എല്ലാവർക്കും വേദപുസ്തകങ്ങളെ തുറന്ന് വായിക്കാമല്ലോ. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-36 വാക്യം ആരെങ്കിലും വായിച്ച് സഹായിക്കണമേ. മതി. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹോൾഡ് ചെയ്ത് വെക്കണേ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പലപ്പോഴും ദൈവ വചനത്തെ നമ്മൾ പരിധി കൽപ്പിക്കുന്നവരാ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പലപ്പോഴും പരിധി കൽപ്പിക്കാറുണ്ട്. എപ്രകാരമാണെന്ന് ചോദിച്ചാൽ, വിശ്വസിക്കായിക നിമിത്തം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കായിക നിമിത്തം, ഉപവസിക്കാതിരിക്കുന്നത് നിമിത്തം, ഹല്ലേലൂയ. എന്നാൽ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട്, നമുക്ക് ഓരോ ദൈവസ്ഥാനം ഉത്സാഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന കാര്യം, ഹല്ലേലൂയ, ദൈവത്തിന് പരിധി കൽപ്പിക്കാതെ ഇന്ന് മുതൽ നമ്മൾ പിശാചിന് പരിധി കൽപ്പിക്കുന്നവരായി തീരണം. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ പരിധി കൽപ്പിക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നമ്മൾ പരിധി കൽപ്പിക്കരുത്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് നമ്മൾ നമ്മുടെ അവിശ്വാസം നിമിത്തം പരിധി കൽപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ പരിധി കൽപ്പിച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് കോട്ടങ്ങൾ സംഭവിക്കുവാനിടയായിത്തീരും, ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഇന്നലെകളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച വചനത്തിൽ ഞാൻ ഒന്ന് പറയട്ടെ. ദൈവത്തിന്റെ വചനത്തിന് ദൈവിക ശക്തിക്ക് ഞാൻ പരിധി കൽപ്പിച്ചാൽ അവിടെ പിശാച് ജയമെടുക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പിശാച് അവിടെ മുതലെടുക്കുവാനിടയായിത്തീരും. ഇന്ന് അനുഗ്രഹീതമായ ദൈവവചന വാക്യങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ കേട്ടപ്പോൾ പ്രത്യേകമായ ഒരു ആനന്ദം എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. എപ്പോഴും ഞങ്ങൾ പ്രസംഗിക്കുന്നവരാണെങ്കിലും ചെയറിൽ ഇരുന്നപ്പോൾ ദൈവദാസനിലൂടെ കേട്ട വചനം ഹല്ലേലൂയ ആഴത്തിൽ എന്നെ ചിന്തിപ്പിക്കുവാനിടയായിത്തീർന്നു, ആഴത്തിൽ എന്നെ ഒന്ന് സ്പർശിക്കുവാനിടയായിത്തീർന്നു, എൻ്റെ ആത്മാവിനെ ഒന്ന് തൊടുവാനിടയായിത്തീർന്നു. ഞാൻ പരിധി കൽപ്പിച്ചാൽ ദൈവത്തിന് ഹല്ലേലൂയ വൻ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ സാധ്യമല്ല. ഇവിടെ ഇങ്ങനെയാണ് ഹല്ലേലൂയ, യേശു ഇങ്ങനെ പറയുകയാണ്. യേശു ആ വാക്ക് കാര്യമാക്കാതെ, ഏതു വാക്ക്? വന്നവർ, കണ്ടവർ, സാക്ഷ്യം പറഞ്ഞവർ ഹല്ലേലൂയ പള്ളി പ്രമാണിയോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: നിന്റെ മകൾ എന്ത് ചെയ്തു? മരിച്ചുപോയി. ഹല്ലേലൂയ. അവിടെ ആ പള്ളി പ്രമാണിയായ യായിറോസ് ദൈവത്തിനെ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രവൃത്തിയെ പരിമിതപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഈ വചനം മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒരിക്കലും വരത്തില്ലായിരുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. പലപ്പോഴും പരിധി കൽപ്പിക്കുന്നത് കൊണ്ടാണ് എനിക്കും നമുക്ക് പലപ്പോഴും ഒരു വലിയ സാക്ഷ്യം നഷ്ടമായി പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ പരിധി കൽപ്പിക്കുന്നത് കൊണ്ടാണ് വലിയൊരു സാക്ഷ്യം നഷ്ടമായി പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ യായിറോസ് ഹല്ലേലൂയ കാര്യങ്ങൾ കണ്ടവരും കേട്ടവരും വന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്: നിന്റെ മകൾ മരിച്ചുപോയി. നല്ല വർഷങ്ങൾ പരിചയമുണ്ട് അവരുമായിട്ട്. എന്നാൽ ഹല്ലേലൂയ യേശുവുമായിട്ട് ഒരു ചെറിയ സമയത്തെ ബന്ധം മാത്രമേ ഹല്ലേലൂയ പള്ളിപ്രമാണിക്കുള്ളൂ. കാര്യത്തിന് വേണ്ടി വന്നവനാണ്. ഒരു കാര്യം അവനെ നേടിയെടുക്കണം. തൻ്റെ മകൾ എന്ത് ചെയ്തു? മരിച്ചുപോയെന്നുള്ള വാർത്ത
അസുഖമായി ICUവിലായിരുന്ന സമയത്താണ് താൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ അവൻ കേൾക്കുന്നത് തികച്ചും വേദനാജനകമായ ഒരു വാർത്തയാണ്. അവർ വന്ന് പറഞ്ഞു, കണ്ടവരും കേട്ടവരും വന്ന് പറഞ്ഞു മരിച്ചുപോയി എന്ന്. എന്നാൽ യേശുവിന് പറയാനുള്ളൊരു കാര്യം, ഹല്ലേലൂയ, യേശുവിന് പറയുവാനുള്ള കാര്യം ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, യേശുവിന് പറയാനുള്ള കാര്യം, ഹല്ലേലൂയ, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ അനുസരിക്കുക, അത് വിശ്വസിക്കുക. അത് കേട്ടാൽ നിന്റെ ജീവിതത്തിൽ വിടുതലാണ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് മരിച്ച അവസ്ഥയിലാണ്, ലഭിക്കാത്ത അവസ്ഥയിലാണ്, കിട്ടത്തില്ല എന്ന് ശത്രു നിന്റെ മുഖത്ത് നോക്കി പറയും. ഹല്ലേലൂയ. ശത്രു ഇങ്ങനെ പറയും, ഹല്ലേലൂയ, അയ്യോ അത് പോയല്ലോ, അത് നഷ്ടമായല്ലോ. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഇല്ല, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നീ ഭയപ്പെടാതെ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് നിന്റെ സാക്ഷ്യം ഒരു വലിയ സാക്ഷ്യമായി മാറുവാനിടയായി തീരും. നിന്റെ ഭവനത്തിന്റെ അകത്തളത്ത് നീ പ്രവർത്തിക്കുന്ന നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മേഖലയിൽ അവിടെ ഒരു സാക്ഷ്യമായി തീരണമെങ്കിൽ നീ ഭയപ്പെടരുത്. പിശാച് നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പിശാച് ഇപ്രകാരം പറയും, അയ്യോ അത് മരിച്ചുപോയി, അത് നിനക്ക് ഇന്ന് ലഭിക്കത്തില്ല. യേശു പറയാണ്, വേണ്ട, നീ ഭയപ്പെടരുത്. പിശാചിന്റെ തന്ത്രങ്ങളോട് നീ എതിർത്ത് നിൽക്കണം, അവനെ ഭയപ്പെടരുത്. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പ്രതിസന്ധികൾ മുമ്പിൽ വരുമ്പോൾ, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ മുമ്പിൽ വരുമ്പോൾ, ഹല്ലേലൂയ, പരിചയക്കാരുടെ വാക്കുകൾ, ഡോക്ടറിന്റെ വാക്കുകൾ, ഹല്ലേലൂയ, ചില സമയത്ത് നീ അതാണ് വിശ്വസിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനാണ് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, പലപ്പോഴും ദൈവത്തിന്റെ ഹല്ലേലൂയ കേട്ട വചനത്തിന്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നതിന്റെ ഒറ്റ കാരണം ഇതാണ്: ഞാൻ ആദ്യം ഭയപ്പെടുന്നു, രണ്ടാമത് വിശ്വസിക്കാതിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആ വ്യക്തിയോട് പറഞ്ഞ വാക്ക് യായിറോസ് അതെ കേൾക്കുവാനിടയായിത്തീർന്നു. യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ചു. താഴിലേക്ക് വായിക്കുമ്പോൾ ഇപ്രകാരമാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. യേശു അവൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവനെ നിന്ദിക്കുവാനും ആൾക്കാരുണ്ടായിരുന്നു. ചിലത് വിശ്വസിക്കുമ്പോൾ നിന്ദിക്കുവാനും ആൾക്കാരുണ്ടാവും. ചിലത് ഹല്ലേലൂയ ദൈവവചനത്തിലെ ദൈവവചനം കേട്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്നെയും നിന്നെയും നിന്ദിക്കുവാൻ വേണ്ടി അനേകർ കാണും. അയ്യോ, നീ എന്തുകൊണ്ടാ ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാഞ്ഞേ? നീ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞത് വിശ്വസിക്കാഞ്ഞത്? നീ എന്തിനാണ് ഹല്ലേലൂയ എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞ കാര്യം വിശ്വസിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ, അതിനേക്കാൾ അപ്പുറമായി പറഞ്ഞ ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ വാക്കുകളുണ്ട്, അവൻ്റെ വചനമുണ്ട്, അവൻ്റെ ശക്തിയുണ്ട്. അവന് പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നീ ഭയപ്പെടാതിരിക്കുക, രണ്ടാമത് നീ വിശ്വസിക്കുക. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ ഈ രണ്ട് കാര്യം നിമിത്തം ഹല്ലേലൂയ മരണപ്പെട്ടുപോയ ഹല്ലേലൂയ തൻ്റെ മകളെ യേശു അവനെ മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. മാർത്തയും ഇത് തന്നെയാണല്ലോ ചെയ്തത്. മാർത്തയും ഇത് തന്നെയാണല്ലോ ചെയ്തത്. അവളും എന്ത് ചെയ്തില്ല? യേശുവിനെ വിശ്വസിച്ചില്ല. ഞാൻ ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം പറയട്ടെ, വിശ്വസിക്കുക, ഭയപ്പെടാതെ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്, അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. വെസ്റ്റ് ബംഗാളിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവം അവിടെ അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്. വരുന്ന ദിവസങ്ങളെല്ലാം അവിടെ കൺവെൻഷനുകളെല്ലാം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം എന്ന കർത്താവിൻ്റെ ദാസനോടും സഭയോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.